Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ കാർത്തിക. അപ്പം അവധിക്കാലം ഒക്കെ തുടങ്ങിയല്ലേ, എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും. പഠിക്കാനൊന്നും വീട്ടിൽ നിർബന്ധിക്കുന്നുണ്ടാവില്ല. സോ നല്ല ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് ഫോണും കാര്യങ്ങളും ഒക്കെ നോക്കി ഇരിക്കുവാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നവോദയ എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ നവോദയയിലോട്ട് അഡ്മിഷൻ നേടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അവധിക്കാലം വെറുതെ ഫുൾ ടൈം നിങ്ങൾ ഫ്രീ ആക്കി കളയാതെ എന്ത് ചെയ്യാം, ഈ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. വളരെ ഈസി ആയിട്ട് അപ്പൊ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ CC Plusനൊപ്പം നിങ്ങൾക്ക് നവോദയ എൻട്രൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഈ കഴിഞ്ഞ നവോദയ എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാം, 6th സ്റ്റാൻഡേർഡിന്റെ റിസൾട്ട് ഒക്കെ വന്നല്ലേ. അപ്പൊ റിസൾട്ട് വന്ന സമയത്ത് ഈ സ്ക്രീനിലോട്ടൊന്ന് നോക്കിക്കേ, എന്തോരം കുഞ്ഞുമക്കളാണ് നമ്മുടെ കൂടെ CC Plusന്റെ കൂടെ പഠിച്ച് ഈ പറയുന്ന നവോദയ എന്ന സ്വപ്നത്തിലോട്ട് എത്തിയത് എന്നുള്ളത് സ്ക്രീനിൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് സ്ക്രീനിലോട്ട് നോക്കിയാൽ കാണാം അല്ലെ. കുറച്ചു പേരൊന്നും അല്ല, അവരെ ഒന്നും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കൂടി പറ്റുന്നുണ്ടാവില്ല. കാരണം അതുപോലെ ഒരുപാട് കുട്ടികൾ നമുക്ക് ഇവിടുന്ന്, അതായത് ഇപ്പൊ ഈ പറയുന്ന 14 ജില്ലകളിലും വരുന്ന നവോദയ സ്കൂളുകളിൽ നമ്മുടെ CC Plusൽ പഠിക്കുന്ന 3 പേരിൽ ഒരാൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ പറയുന്ന നവോദയ എൻട്രൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഉറപ്പെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 6ാം ക്ലാസ്സിന്റെ കാര്യം മാത്രമേ ഉള്ളൂ മിസ്സേ, 9ന്റെ കാര്യമില്ലേ, 9th സ്റ്റാൻഡേർഡിന്റെ എങ്ങനെയാ എന്നാ നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിന്റെ ജനറൽ സയൻസിനെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ ഓർത്ത് നോക്കിക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ, കൂടുതൽ മാർക്ക് വരുന്നത് മാത്സിൽ നിന്നും മെന്റൽ എബിലിറ്റിയിൽ നിന്നൊക്കെയാണ്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് സമയം എടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ ഈ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ഈസി ആയിട്ട് ഇപ്പൊ അങ്ങ് പഠിച്ചു പോയാൽ സ്കൂളിലേക്കും യൂസ്ഫുൾ ആയി. ആ സയൻസ് എന്ന് പറയുന്ന പോർഷൻ ആദ്യമേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ആ 35 മാർക്സ് നിങ്ങൾക്ക് അങ്ങ് ഉറപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, മാത്സിന്റെയും മെന്റൽ എബിലിറ്റി, അതാണ് കൂടുതൽ സമയം നിങ്ങൾ ഇൻവോൾവ് ചെയ്ത് പഠിക്കേണ്ടത്. കാരണം ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ആ ഭാഗത്തു നിന്നാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്, നീ പറയുന്ന 9ാം ക്ലാസ്സിന്റെ നവോദയ എൻട്രൻസ് എഴുതാൻ പോകുന്ന ഒരു കുട്ടിക്ക് ജനറൽ സയൻസ് 35 മാർക്സിന് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, കൊടുത്തിട്ടുണ്ട്. അതായത് കോർ ബയോളജിക്കൽ, ഫിസിക്കൽ, എൻവയോൺമെന്റൽ സയൻസ് ടോപ്പിക്സ്, അതായത് ബയോളജിയിൽ നിന്നും ഫിസിക്സ് നിന്നും എൻവയോൺമെന്റൽ സയൻസിൽ നിന്നും ഒക്കെ ഉള്ള ടോപ്പിക്കുകളെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നവോദയയുടെ സിലബസിന്റെ അകത്ത് വരുന്നത്. അതിൽ നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും പഠിക്കുന്നത് നിങ്ങൾക്ക് വേസ്റ്റ് ആവുന്നില്ല. എന്തുകൊണ്ടാ, ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ആ സമയം ആവുമ്പോഴേക്കും സയൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ, സയൻസിന്റെ ആ പഠിക്കാനുള്ള പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. അത് നിങ്ങൾക്ക് സ്കൂളിലോട്ടും കൂടി യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്ന് നോക്കിയാലോ. ഏറ്റവും ആദ്യം ബയോളജിയുടെ കാര്യം പറയാം, ബിക്കോസ് എന്റെ സബ്ജക്ട് അതായതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ബയോളജിയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ് നവോദയയുടെ സിലബസ് പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് നോക്കിക്കേ. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് റാബി ക്രോപ്പുകൾ എന്താണ്, ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ്, അതൊക്കെ കൃത്യമായിട്ട് ചോദിക്കും. അതായത് ഈ പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതിൽ 3 ചിലപ്പോൾ റാബി ക്രോപ്പ് ആയിരിക്കും, ഒരെണ്ണം വേറെ ആയിരിക്കും. അപ്പൊ അതിൽ ഏതാണ് റാബി ക്രോപ്പ് അല്ലാത്തതെന്ന് കണ്ടുപിടിക്കാൻ ആ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ക്രോപ്പ് പ്രൊഡക്ഷന്റെ സ്റ്റെപ്പുകൾ, ഓക്കെ, അതായത് ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിനുശേഷം അതായത് സോയിൽ പ്ലവ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്താണ്, അങ്ങനെ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്ന ഈ ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടി പ്രിപ്പറേഷനിൽ എന്തെല്ലാം സ്റ്റെപ്പുകളാണ് വരുന്നത്. ഇനി അത് മാത്രമല്ല, സ്റ്റോറേജിലോട്ടൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഹാർവെസ്റ്റിങ്ങിന്റെ സമയം, ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണല്ലോ സ്റ്റോറേജ് വരുന്നത്. അപ്പൊ ഈ ഹാർവെസ്റ്റിങ്ങിന്റെയും സ്റ്റോറേജിന്റെ ഒക്കെ സമയത്ത് എന്തെല്ലാം ഇൻസ്ട്രുമെന്റുകളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, ഡിവൈസസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്, അതിന്റെയൊക്കെ പേര്, ഓക്കെ, ത്രഷർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഓരോന്നിന്റെയും പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത്തരം കാര്യങ്ങൾ മാത്രമേ ഈ പറയുന്ന ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ളൂ. ഇനി ഇവിടെ നോക്കിക്കേ, മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ട് ആൻഡ് ഫോ, ഓക്കെ, ആ ചാപ്റ്ററിന്റെ അകത്ത് പേര് പോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഈ പറയുന്ന എന്താണ്, നമ്മുടെ ലാക്ടോബാസിലസ് പോലെ, അതായത് കേർഡ് അതിന്റെ ഫോർമേഷൻ ഒക്കെ സഹായിക്കുന്ന ലാക്ടോബാസിലസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ പേരുകൾ, നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസം, ഇനി ഈ പറയുന്ന
ഇതിന്റെ ഷേപ്പ് അനുസരിച്ച് ഇതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന കാര്യമൊന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലാക്ടോബാസിലസ്, നൈട്രജൻ ഫിക്സേഷൻ, ഫെർമെന്റേഷൻ സഹായിക്കുന്നത് ആര്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡിസീസ് ഉണ്ടാക്കുന്നത് ഈ മൈക്രോ ഓർഗാനിസംസിൽ ബാക്ടീരിയ പോലെയുള്ളതൊക്കെ ഡിസീസസ് ഉണ്ടാക്കും അല്ലെ. അപ്പൊ അത് ആനിമൽസിൽ എന്തെല്ലാം ഡിസീസസ് ആണ്, കോളറ, ടൈഫോയിഡ് പോലെയുള്ള കാര്യങ്ങൾ. ഇനി പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്നതുണ്ട്, സിട്രസ് കാങ്കർ, അത് ഏതാണ്, ബാക്ടീരിയ ആണോ വൈറസ് ആണോ ഉണ്ടാക്കുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി അടുത്ത നോക്കിക്കേ, കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും കൺസർവേഷൻ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് ഈ കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഈ ബയോസ്ഫിയർ റിസർവിനെ കുറിച്ച്, പിന്നെ അതുപോലെ എന്താണ് നാഷണൽ പാർക്കുകളെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എൻഡമിക് സ്പീഷ്യസ്, അതായത് ഒരു സ്ഥലത്ത് മാത്രം കാണുന്നത്, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷ്യസ്, അതായത് ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് പയ്യെ എക്സ്റ്റിന്റ് ആയി പോകാനായിട്ട് ത്രെറ്റിൽ നിൽക്കുന്നവരെയാണ് എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് എന്ന് വിളിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാമാണ് കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നോക്കിക്കേ, റിപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ് റീച്ചിങ് ദ ഏജ് ഓഫ് അഡോളസൻസ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് റിപ്രൊഡക്ഷൻ അഡോളസൻസിന്റെ സമയത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ആനിമൽസിലെ റിപ്രൊഡക്ഷന്റെ സമയത്തുള്ള സ്റ്റെപ്പുകൾ, ഓക്കെ, അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് പാർട്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ബയോളജിയിൽ നിന്ന് നിങ്ങളോട് നവോദയ 9th സ്റ്റാൻഡേർഡിന്റെ നവോദയ എൻട്രൻസിന് ചോദിക്കുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ വെക്കേഷൻ ഒരു ഇത്തിരി സമയം ഇൻവെസ്റ്റ് ചെയ്താൽ, കുറച്ച് സമയം മതി ഇത് പഠിക്കാനായിട്ട്, ഉറപ്പായിട്ടും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഏരിയ നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ച് പക്കയാക്കി വയ്ക്കാം. പിന്നെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഇൻവെസ്റ്റ് മോർ ടൈം ഓൺ മെന്റൽ എബിലിറ്റി ആൻഡ് മാത്സ് അല്ലെ. മാത്സിനും മെന്റൽ എബിലിറ്റിക്കും കൂടുതൽ സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ ഓരോന്നിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി, നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ വീഡിയോസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത നോക്കിക്കേ, നമ്മൾ ഫിസിക്സിലോട്ട് വരുവാണ്. അപ്പൊ ഫിസിക്സിലോട്ട് വരുമ്പം എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഫോഴ്സ് ആൻഡ് പ്രഷർ, ഓക്കെ, ഫോഴ്സിനെ കുറിച്ചും പ്രഷറിനെ കുറിച്ചും, ഫ്രിക്ഷൻ, സൗണ്ടിനെ കുറിച്ച്, ലൈറ്റ്, ദെൻ കെമിക്കൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ കെമിക്കൽ ഇഫക്ട്സ്. അതിൻ്റെ അകത്ത് ഈ ലൈറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ റിഫ്ലക്ഷൻ എന്താണെന്നും, പിന്നെ അതുപോലെ ഹ്യൂമൻ ഐയെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ധാരണ വേണം. അതായത് ഇമേജ് ഇറക്റ്റ് ആയിട്ടാണോ ഇൻവേർട്ട് ആയിട്ടാണോ ഫോം ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമൻ ഐയുടെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് പഠിച്ചാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. അപ്പൊ ഫിസിക്സിൽ നിന്ന് ഇത്രയും ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കിക്കേ, കെമിസ്ട്രിയിൽ നിന്നുള്ള പോർഷൻ ആണ് പറയുന്നത്. കോൾ ആൻഡ് പെട്രോളിയം, ഓക്കെ, കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. കമ്പഷൻ ആൻഡ് ഫ്ലെയിം, ഇതൊക്കെ നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, കമ്പഷൻ ആൻഡ് ഫ്ലെയിം, സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്, ഒരുപാട് എക്സാമ്പിൾസ് പേരൊക്കെ പഠിച്ചിരിക്കേണ്ട ഏരിയ ആണ്. ദെൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, മെറ്റൽസിനെ കുറിച്ചും നോൺ മെറ്റൽസിനെ കുറിച്ചും കൃത്യമായിട്ടൊരു ധാരണ വേണം. കാരണം എക്സാമ്പിൾസ് ഒക്കെ വെച്ച് ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ബയോളജി പറഞ്ഞു, ഫിസിക്സിൽ ഏതൊക്കെ ഏരിയാസ് എന്ന് പറഞ്ഞു, കെമിസ്ട്രിയിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നോക്കിക്കേ, നാച്ചുറൽ സയൻസിൽ നിന്ന്, അതായത് നാച്ചുറൽ ഫിനോമിനൻസ് ലൈക്ക് ലൈറ്റ്നിങ് പോലെയുള്ള, എർത്ത് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, കോമൺ ആയിട്ട് എൻവയോൺമെന്റിൽ വരുന്ന പൊല്യൂഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഈ എർത്ത് ലൈറ്റ്നിങ് ഒക്കെ ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ലൈറ്റ്നിങ് അല്ലേ, എർത്ത് അല്ലേ, നമുക്ക് അറിയാവുന്നതല്ലേ, എന്താ എത്ര കാര്യമായിട്ട് പഠിക്കണം നമ്മൾ ഓർക്കും. പക്ഷെ അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എർത്ത് എന്താണ് മെഷർ ചെയ്യുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ അതിന്റെ ഇന്റൻസിറ്റിയുടെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എവിടെ വരുന്നുള്ളൂ, നവോദയ എൻട്രൻസ് 9th സ്റ്റാൻഡേർഡിന്റെ നവോദയ എൻട്രൻസിലെ സയൻസ്, ജനറൽ സയൻസിൽ നിന്ന് 35 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ 35 മാർക്കിന് വേണ്ടി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഓർക്കും, ഓക്കെ മിസ് പറയുന്ന ഇത്രയും കാര്യം, ഇതെല്ലാം ഓരോ ചാപ്റ്റർ അല്ലേ എന്ന് ഓർക്കും. ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും ഏരിയാസും ഓൾറെഡി നമുക്ക് അറിയാം. കാരണം ഇത്രയും നാളുകളായി ചോദിച്ചു വരുന്ന ഒരു ഏരിയാസ്. ഇപ്പൊ ഞാൻ ഓൾറെഡി ആദ്യം ബയോളജിയുടെ ഏരിയാസ് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് കുറെ എൻഡേഞ്ചേർഡ്, എൻഡമിക് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെ ചോദ്യം വരുന്ന, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഏരിയസിൽ നിന്ന് ചോദ്യം കാണും നമുക്കറിയാം.
അപ്പൊ ആ രീതിയിൽ പഠിച്ചു പോയ സയൻസിന്റെ കാര്യം ഈ അവധിക്കാലത്ത് സെറ്റാണ്. അങ്ങനെ സെറ്റ് ആക്കാനായിട്ട് നമ്മുടെ CC+ൽ നവോദയയുടെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ള ബാച്ചസ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. April 1 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബോത്ത് ഫോർ 6th and 9th സ്റ്റാൻഡേർഡ് 6ാം ക്ലാസ്സുകാർക്കും 9ാം ക്ലാസ്സുകാർക്കും വേണ്ടിയിട്ടുള്ള ബാച്ചസ് ഓപ്പൺ ആണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വിളിച്ചാൽ മതി. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് 9496949929 എന്ന് പറയുന്ന നമ്പർ. ഇനി മറക്കണ്ട, നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയുടെ തൊട്ട് താഴെ പിൻ ചെയ്ത് വച്ചിരിക്കാം. അപ്പം അവധിക്കാലം മിസ് പറഞ്ഞ പോലെ ഈ പറയുന്ന 35 മാർക്ക് നമുക്ക് ആദ്യമേ അങ്ങ് ഉറപ്പിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് മാത്സും മെന്റൽ എബിലിറ്റിയുടെ ക്ലാസ്സസ് എല്ലാം കണ്ട് ഏതാണോ നിങ്ങൾക്ക് ടഫ്, ചിലപ്പോൾ ചിലർക്ക് സയൻസ് ആയിരിക്കും പാട്, ചിലർക്ക് മാത്സ് ആയിരിക്കും പാട്, അതനുസരിച്ച് നമുക്ക് ഈ സമയം എന്ത് ചെയ്യാം, CC+നൊപ്പം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ സ്വപ്നമായിട്ടുള്ള നവോദയ എൻട്രൻസ് ക്ലിയർ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കമന്റ്സ് എല്ലാം ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ പറയുന്ന എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം CC+.